ഈശ്വരൻ പ്രിയപ്പെട്ടവരെ, തിരുഷ്ടം മീഡിയയിലേക്ക് സ്വാഗതം. എവർക്കും ഈശ്വര കൃപയും സമാധാനവും. നാം നമ്മുടെ വിശ്വാസത്തിന്റെ സംരക്ഷകരാണോ? അഥവാ വിശ്വാസത്തിന്റെ സംരക്ഷകൻ യേശുവാണോ? ആനുകാലിക പരിസരത്തെ പ്രവൃത്തികൾ കാണുമ്പോൾ പലപ്പോഴും നമുക്ക് തോന്നുന്നത് നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ നാം ഭഗീരഥ പ്രയത്നം നടത്തുന്നുവെന്നാണ്. രക്ഷകനായ മിശിഹായെ രക്ഷിക്കാൻ നാം ഇപ്പോൾ കഠിന ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും എന്ന അർത്ഥത്തിലല്ല, എങ്കിലും അത്തരം ഒരു മനോഭാവം വളർന്നു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മനോരമ പത്രത്തിൽ ഒരു ലേഖനം വന്നു. ക്രിസ്തു വിരുദ്ധമാണ് ആ ലേഖനം, ക്രിസ്തുവിനെ അപഹസിക്കുന്നുണ്ട്, അതുകൊണ്ട് ആ പത്രം കത്തിക്കുക എന്ന നിലപാടിലേക്ക് നാം എത്തുന്നു. ഇത്തരമൊരു പ്രചരണവും ഇത്തരമൊരു ആഖ്യാനവും കൊണ്ടുവരുന്നത് വാസ്തവത്തിൽ ക്രിസ്തു സ്നേഹത്തെ പ്രതിയാണോ, അതല്ലെങ്കിൽ തങ്ങൾ വിശ്വസിക്കുന്ന കാര്യത്തെ മറ്റുള്ളവർ നിഷേധിക്കുന്നതിന്റെ അസഹിഷ്ണുതയാണ്? നമ്മുടെ വിശ്വാസം നമ്മെ സംബന്ധിച്ച് പ്രിയപ്പെട്ടതാണ്. അത്തരത്തിൽ പ്രിയപ്പെട്ടതായ ഒന്നിനെ എതിർക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വെറുപ്പും വിദ്വേഷവും ക്രിസ്തുവിനെ രക്ഷിക്കാനെന്ന വ്യാജേന പുറത്തു വരികയാണ്. വാസ്തവത്തിൽ അഖില ലോകത്തെയും കാത്തുപരിപാലിക്കുന്ന സർവശക്തനായ ക്രിസ്തുവിനെ രക്ഷിക്കാൻ ദുർബല പ്രകൃതികളായ നമ്മൾ പ്രയത്നിക്കുന്നുവെന്ന് വന്നാൽ ദൈവം അപ്രസക്തനാകുകയാണ്, അഥവാ ക്രിസ്തുവിനെ നാം വില കുറച്ച് കാണണം. ലോക സമൂഹത്തിന് മുൻപിൽ ക്രിസ്തുവിനെ അങ്ങനെ വില കുറച്ച് കാണുന്നത് എത്ര അബദ്ധമാണെന്ന് ആലോചിക്കണം. മാത്രമല്ല, യേശുക്രിസ്തു ആരുടെ ദൈവമാണ്? യേശുക്രിസ്തു ക്രിസ്ത്യാനികളുടെ ദൈവമല്ല. യേശുക്രിസ്തു അഖില ലോകത്തിന്റെയും ദൈവമാണ്. ക്രിസ്തുവിനെ എതിർക്കുകയും വിമർശിക്കുകയും ചെയ്യുന്നവരുടെ കൂടി ദൈവമാണ് ക്രിസ്തു. സകല മനുഷ്യർക്കും വേണ്ടിയാണ് അവിടുന്ന് കുരിശിൽ മരിച്ചത്. അതറിയാത്തവരിപ്പോഴുമുണ്ട്, അതിനെ വിമർശിക്കുന്നവരുണ്ട്. അതുകൊണ്ട് ക്രിസ്തുവിനെ വിമർശിക്കുന്നവരെയും ക്രിസ്തുവിനെതിരായി പ്രചാരവേല നടത്തുന്നവരെയും കൊന്നുകളയണം, അവരെ നശിപ്പിക്കണം എന്ന ചിന്ത നമുക്കുണ്ടാകുന്നത് വാസ്തവത്തിൽ ക്രിസ്തു വിരുദ്ധമാണ് എന്ന കാര്യം നമ്മൾ ഓർക്കുന്നില്ല. അതിരാവിലെ എഴുന്നേറ്റ് ദൈവത്തോട് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ കുറെ കഴിഞ്ഞ് ആ ദൈവത്തെ രക്ഷിക്കാൻ വേണ്ടി വാളെടുത്ത് പുറത്തിറങ്ങുന്നു എന്ന് പറയുന്നത് വാസ്തവത്തിൽ എത്രത്തോളം യുക്തി വിരുദ്ധമാണ് എന്നും കൂടി നമ്മൾ ആലോചിക്കണം. സർവശക്തനാണ് ദൈവം. ആ ദൈവത്തിന് മനുഷ്യരുടെ ഒരു പരിരക്ഷ ആവശ്യമില്ല. ഈ ഭൂമിയിലേക്ക് ക്രിസ്തു വരുന്നത് മനുഷ്യപ്രകൃതിയിലാണ്. മനുഷ്യപ്രകൃതിയിൽ വന്ന അവിടുന്ന് തന്നെ ഈ ലോകത്തിന്റെ അധികാരത്തിന് വിധേയപ്പെടുത്തുകയും ഈ ലോകം നൽകുന്ന ശിക്ഷ സ്വീകരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ മനുഷ്യകുലത്തിന്റെ അതിക്രമങ്ങളെ സ്വന്തം ശരീരത്തിൽ സ്വീകരിച്ചുകൊണ്ട് സഹനം വഴി ലോകത്തെ രക്ഷിക്കുന്നവനാണ് ക്രിസ്തു. ക്രിസ്തു താൻ അഖില ലോകത്തെയും രക്ഷിക്കുന്നത് സമർപ്പണത്തിലൂടെയാണെന്ന് വെളിപ്പെടുത്തുന്നുണ്ട് തന്റെ ജീവിതത്തിൽ. യോഹന്നാൻ സുവിശേഷത്തിൽ 14-ാം അധ്യായത്തിൽ 6-ാം തിരുവചനത്തിൽ അവിടെ നിന്ന് പറയും, ഞാൻ വഴിയും സത്യവും ജീവനുമാണ്. അങ്ങനെ വഴിയും സത്യവും ജീവനുമായ ക്രിസ്തുവിനെ അനുഗമിക്കുന്ന നമ്മൾ ആദ്യം ക്രിസ്തുവിന്റെ വഴിയാണ് തിരഞ്ഞെടുക്കേണ്ടത്. യേശുക്രിസ്തുവിന്റെ വഴി സഹനത്തിൻ്റെതാണ്, എതിർപ്പുകളെ സ്വീകരിക്കുന്നതാണ്, അതിക്രമങ്ങൾക്ക് വിധേയപ്പെടുന്നതാണ്, അപരനിഗ്രഹത്തിൻ്റെതല്ല. യേശു ഒരു പരാതിയും പറയുന്നില്ല. നമുക്ക് ആലോചിക്കാവുന്ന ഒരു കാര്യമാണ്. കുരിശിൽ കിടക്കുന്ന നേരത്ത് മനുഷ്യർ തന്നോട് കാട്ടിയ അതിക്രമത്തെ ക്രിസ്തു വിലമതിക്കുന്നില്ല. ക്രിസ്തു പറയുന്നത് ഇവർക്ക് അറിവില്ല, ഇവരോട് പൊറുക്കണമേ എന്നാണ്. അങ്ങനെ മനുഷ്യന്റെ അറിവില്ലായ്മയെ തന്റെ ജീവസമർപ്പണം വഴി തിരുത്തുകയും യഥാർത്ഥ ജ്ഞാനമാർഗം നമുക്ക് വെളിപ്പെടുത്തി തരികയും ചെയ്യുന്ന ക്രിസ്തുവിനെ ആനുകാലിക ലോകത്ത് പ്രകാശിപ്പിക്കേണ്ട നമ്മൾ തന്നെ ക്രിസ്തുവിന്റെ പേരിൽ മറ്റുള്ളവരോട് വിദ്വേഷവും വെറുപ്പും വെച്ച് പുലർത്തുന്നതും നമുക്കെതിരെ ഉണ്ടാവുന്ന അതിക്രമങ്ങളെയും നമുക്കെതിരെ ഉണ്ടാവുന്ന അപഹസിക്കലുകളെയും എതിർക്കാൻ ശ്രമിക്കുന്നതും വാസ്തവത്തിൽ ക്രിസ്തു വിരുദ്ധമാണ്, അല്ലെങ്കിൽ ക്രിസ്തുവിൽ നിന്നകന്നാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുകയും ആ വിശ്വാസമാർഗത്തിൽ ചരിക്കുകയും ചെയ്യുന്ന നമ്മൾ ക്രമേണ വിശ്വസിക്കുന്ന നമ്മളാണ് പരമപ്രധാനം എന്നതിലേക്ക് വരുമ്പോഴാണ് ഈ വിമർശനങ്ങൾ ഉണ്ടാകുന്നത്. യേശു ചരിത്ര ജീവിതത്തിൽ വിമർശിക്കപ്പെട്ടയാളാണ്. യേശു ജീവിച്ചിരുന്ന കാലത്ത് യഹൂദ മതസമൂഹം ക്രിസ്തുവിനെ ഒരിക്കലും അംഗീകരിച്ചില്ല. അന്നത്തെ പൗരോഹിത്യം അംഗീകരിച്ചില്ല, അന്നത്തെ ഭരണകൂടം അംഗീകരിച്ചില്ല. കാരണം ഭരണകൂടത്തിന്റെയും അന്ന് നിലനിന്നിരുന്ന മതസംവിധാനത്തിന്റെയും എല്ലാ നൃശംസതകളെയും എതിർക്കുന്ന ഒരാളായിട്ടാണ് ക്രിസ്തു വരുന്നത്. പാരമ്പര്യവാദത്തെയും മനുഷ്യന്റെ വിഭജനത്തെയും എതിർക്കുന്നയാളായിട്ടാണ് ക്രിസ്തു വരുന്നത്. ഇത് അംഗീകരിക്കാൻ അന്നത്തെ സാമൂഹ്യ വ്യവസ്ഥയ്ക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് ക്രിസ്തുവിനെതിരെ അവർ വിധി പ്രസ്താവിക്കുന്നു, അവനെ കുരിശിൽ തറയ്ക്കുന്നു. അങ്ങനെ കുരിശിലേറുന്ന സമയത്ത് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെ, മറ്റുള്ളവർ ചെയ്യുന്ന പ്രവൃത്തികളെ ചെറുക്കാതെ, ആ പ്രവൃത്തികൾക്ക് വിധേയപ്പെടുന്നത് തന്റെ സഹനം വഴി മനുഷ്യകുലത്തെ രക്ഷിക്കാമെന്ന് കാണിച്ചു തരാനാണ്. ആനുകാലിക ലോകത്ത് ക്രൈസ്തവർക്കെതിരെ പീഡനം ഉണ്ടാകുമ്പോൾ ആ പീഡനങ്ങൾ
ഇതിൻ്റെ ഒരു അടയാളമായിട്ട്, എക്സ്റ്റൻഷനായിട്ട് നമുക്ക് കാണാൻ പറ്റണം. വാസ്തവത്തിൽ യേശുക്രിസ്തു ഇന്നും എതിർക്കപ്പെടുന്നു. യേശുക്രിസ്തുവിനെ മറ്റുള്ളവർ അപഹസിക്കുന്നു എന്നത് ക്രിസ്തു ഇന്നും ജീവിക്കുന്ന യാഥാർത്ഥ്യമാണ് എന്നതുകൊണ്ടാണ്. മരിച്ചുപോയ ഒരാളെക്കുറിച്ച് നമ്മൾ കുറ്റം പറയാറില്ല, അയാളെ എതിർക്കാറില്ല. മരിച്ചുപോയ ഒരാളെ നമുക്ക് എതിർക്കാൻ സാധ്യമല്ല. ജീവിച്ചിരിക്കുന്നവരെ ആണ് അപഹസിക്കുകയും അപമാനിക്കുകയും എതിർക്കുകയൊക്കെ ചെയ്യുന്നത്. അവരെയാണ് നിഗ്രഹിക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ ജീവിക്കുന്നവരെ ആണ് ലോകം എപ്പോഴും ആക്രമിക്കുക. അങ്ങനെയെങ്കിൽ ക്രിസ്തു ജീവിക്കുന്നയാളാണ്. പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു പ്രവണതയാണ് തിരുവോസ്തി എടുത്തുകൊണ്ട് പോയി, അതല്ലെങ്കിൽ പൈശാചിക ആരാധന നടത്തുന്നു, ബ്ലാക്ക് മാസ് നടത്തുന്നു, ക്രിസ്തുവിനെ വിമർശിക്കുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വികാരം കൊള്ളും. ക്രിസ്തുവിന് യാതൊരു വികാരം ഇക്കാര്യത്തിലില്ല. അവരെയും കാത്തു പരിപാലിക്കുന്ന, അവരെയും സംരക്ഷിക്കുന്ന, അവർക്ക് വേണ്ടിയും ജീവൻ അർപ്പിച്ച ക്രിസ്തുവാണ് നമ്മുടെ മുമ്പിലുള്ളത്. യേശുക്രിസ്തുവിനെ എതിർക്കുന്ന ആളുകളെ എതിർത്തുകൊണ്ടല്ല, അവരുടെ വഴിയിൽ ക്രിസ്തു തന്നെ വെളിപ്പെടുത്തിക്കൊണ്ടാണ് അവരെ നേടുന്നത്. വിശുദ്ധ പൗലോസിന്റെ ജീവിതം പരിശോധിക്കാൻ നമുക്ക് കാണാം. പൗലോസ് ഒരിക്കലും സഭയെ സ്നേഹിച്ചയാളല്ല, ക്രിസ്തുവിനെ സ്നേഹിച്ചയാളല്ല. ക്രിസ്തുമാർഗത്തെ എതിർക്കുന്നതിന് മുൻപന്തിയിൽ നിന്ന ഒരാളെ ക്രിസ്തു തന്റെ പക്ഷത്ത് ചേർക്കുന്നത് സ്നേഹം വഴിയാണ്, ജീവിതത്തിൽ വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ടാണ്. തന്നെ വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ട് ക്രിസ്തു തന്റെ പക്ഷം ചേർക്കുന്ന വിശുദ്ധ പൗലോസ് ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ തയ്യാറാകുന്നു. അവിടെയും ക്രിസ്തുവിനെ എതിർക്കുന്നവരെ എതിർക്കുക എന്ന മനോഭാവമല്ല വിശുദ്ധ പൗലോസിനുണ്ടാകുന്നത്. പൗലോസ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ക്രിസ്തു സ്നേഹത്തെ പ്രതി സ്വയം അർപ്പിക്കാൻ മനസ്സ് കാണിക്കുകയാണ്. അങ്ങനെ ലോകം നൽകുന്ന ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങാൻ മനസ്സ് കാണിക്കുന്ന ഒരാൾ, മരിക്കാൻ തയ്യാറാകുന്ന ഒരാൾ, തന്റെ ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ് എന്നതിലേക്കാണ് എത്തിച്ചേരുന്നത്. വാസ്തവത്തിൽ നാം ഇന്ന് കേൾക്കുന്ന പലതും ക്രിസ്തുവിരുദ്ധമാണ്, വിശ്വാസവിരുദ്ധമാണ്. ഇത് ക്രിസ്തുമാർഗമല്ല. അങ്ങനെ പറയാൻ കാരണം ഈ അടുത്ത് മനോരമയിൽ വന്ന ഒരു ലേഖനത്തെക്കുറിച്ചുണ്ടായ പരാമർശമാണ്. മനോരമ പത്രം സംശുദ്ധമാണെന്നോ അല്ലെങ്കിൽ മനോരമ എല്ലാവരും വായിക്കേണ്ടതാണെന്നോ അഭിപ്രായമുള്ള ആളല്ല ഞാൻ. വർഷങ്ങളായി ആ പത്രം വായിക്കാത്ത ഒരാളാണ് ഞാൻ. അത് മനോരമ പത്രത്തിന്റെ ധാർമ്മിക ബോധം അധപ്പതിച്ചതാണെന്ന് മനസ്സിലായതുകൊണ്ടാണ്, അത് നുണ പ്രചരിപ്പിക്കുന്നു എന്ന് മനസ്സിലായതുകൊണ്ടാണ്, അത് കമ്പോളത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒന്നാണെന്ന് മനസ്സിലായതുകൊണ്ടാണ്. അങ്ങനെ മനോരമ പത്രം കത്തിക്കുന്നതിലൂടെ നാം യഥാർത്ഥത്തിൽ ചെയ്യുന്ന പ്രവൃത്തി എന്താണ്? ഒരു വിമർശനത്തെ അംഗീകരിക്കാൻ കഴിയാത്ത വിധം അസഹിഷ്ണുതയുള്ളവരായി നമ്മൾ മാറിപ്പോകുന്നു. ഈ ലോകത്ത് ക്രിസ്തുവിനെ കുറിച്ച് അഭിപ്രായം പറയാൻ, ക്രിസ്തുവിനെ അപമാനിക്കാൻ ഒക്കെയുള്ള അവകാശം ലോകത്തുള്ള സകല മനുഷ്യർക്കുണ്ട്. എല്ലാവരുടെയും ദൈവമാണ്, എല്ലാവർക്കും വേണ്ടി കുരിശ് മരിച്ചവനാണ്. അവരത് എത്രത്തോളം അറിയണമെന്നില്ല. ഇതിപ്പോ ആദ്യമായിട്ടല്ല ക്രിസ്തുവിനെതിരെ വിമർശനം ഉണ്ടാകുന്നത്. ഈ മതഖണ്ഡനം എന്ന് പറയുന്നത് ഒരു സ്വാഭാവിക പ്രക്രിയയായി ഒരു സമൂഹത്തിൽ നിലനിന്നിരുന്ന കാര്യമാണ്. ഒരു കാലഘട്ടത്തിൽ അന്യമത വിമർശനം എന്നത് ഒരു പരമപ്രധാനമായി സ്വന്തം മതത്തെ നിലനിർത്താനായി ഉപയോഗിച്ചിരുന്ന മാർഗമാണ്. ശ്രീനാരായണ ഗുരുവാണ് ഈ മതങ്ങളിൽ ഏകസാരമാണെന്നും അതുകൊണ്ട് ഒരു മതത്തെയും നിഷേധിക്കേണ്ട കാര്യമില്ലെന്നും പറഞ്ഞൊരാൾ. അതിനു മുൻപുണ്ടായിരുന്ന ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും, നിരന്തരമായ ക്രിസ്തുമത ഖണ്ഡനം ഉണ്ടായിട്ടുണ്ട്, മതവിമർശനം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ മതവിമർശനം ഉണ്ടായതിന്റെ അടയാളങ്ങൾ നമുക്ക് കാണാം. അപ്പൊ സത്യാർത്ഥ പ്രകാശൻ സ്വാമി ദയാനന്ദ സരസ്വതി, നവോത്ഥാന നായകനായി അറിയപ്പെടുന്ന, സാമൂഹ്യ പരിഷ്കർത്താവായി അറിയപ്പെടുന്ന ദയാനന്ദ സരസ്വതി 1875 എഴുതുന്ന സത്യാർത്ഥ പ്രകാശം എന്ന് പറയുന്ന പുസ്തകത്തിൽ വളരെ ഭംഗിയായി ക്രിസ്തുവിനെ വിമർശിക്കുന്നുണ്ട്. അങ്ങനെ ക്രിസ്തുവിനെ വിമർശിച്ചതുകൊണ്ട് ക്രിസ്തുവിന് എന്തെങ്കിലും പേരുദോഷം ഉണ്ടാകുകയോ ക്രിസ്തു ഇകഴ്ത്തപ്പെടുകയോ ചെയ്തിട്ടില്ല. ക്രിസ്തു കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ്, കൂടുതൽ ആളുകളിൽ വിശ്വാസം വളരുകയാണ് ചെയ്തത്. വിമർശനം ഉണ്ടാകുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിമർശിക്കപ്പെടുന്നത് ക്രിസ്തുവല്ല, ക്രിസ്തുവിനെ പ്രതിയുള്ള നമ്മുടെ ജീവിതത്തിൽ വരുന്ന പാകപ്പിഴകളായിരിക്കാം വിമർശനങ്ങൾക്ക് കാരണം. അതുകൊണ്ട് ഏതൊരു വിമർശനവും നാം സ്വീകരിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിനകത്ത് ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കുന്നതിൽ നമുക്ക് കുറവ് പറ്റിയിട്ടുണ്ടോ എന്ന ചിന്തയാണ് നമുക്കുണ്ടാകേണ്ടത്. ക്രിസ്തുവിനെ ലോകത്ത് അവതരിപ്പിക്കുന്നതിൽ നമുക്കുണ്ടാകുന്ന വീഴ്ചകളാണ് ക്രിസ്തുവിന് അപമാനകരമായിട്ട് മാറുന്നത്. നമ്മെ തന്നെ വിമർശിക്കാനും ക്രിസ്തുവിനെ കൂടുതൽ പ്രോജ്വലിപ്പിക്കാനും ജീവിതം കൊണ്ട് നമുക്ക് കഴിയേണ്ടതാണ്. ഇത് അവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. 1884 കടോര കുടാരം എന്ന് പറഞ്ഞുകൊണ്ട് മക്തിത്തങ്ങൾ ഒരു പുസ്തകം എഴുതുന്നുണ്ട്. അത് ക്രിസ്തു വിമർശനമാണ്. അതിനുശേഷം 1890 ചട്ടമ്പി സ്വാമികൾ ക്രിസ്തുമത ഛേദനം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുസ്തകം എഴുതുന്നുണ്ട്. അവിടെയും വിമർശിക്കപ്പെടുന്നത് യേശുക്രിസ്തുവാണ്, ക്രിസ്തുവിലുള്ള വിശ്വാസത്തെയാണ് ചോദ്യം ചെയ്യുന്നത്. ഇപ്രകാരം ലോകത്ത് നിരവധിയായ ക്രിസ്തു വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ക്രിസ്തു വിമർശനങ്ങളെ നമ്മൾ എങ്ങനെയാണ് നേരിട്ടത്? ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്ന പുസ്തകം, ഇതൊക്കെ ക്രിസ്തുവിനെ നിഷേധിക്കുകയും ക്രിസ്തു ഒരു യാഥാർത്ഥ്യമല്ലെന്ന് പറയാൻ ശ്രമിക്കുകയും ചെയ്യാം. അങ്ങനെ പറയാൻ ശ്രമിച്ചപ്പോഴൊക്കെ
അതിനെ നേരിടാൻ വിശ്വാസത്തിന് തെളിവാർന്ന ജീവിതം നയിക്കുക എന്നതല്ലാതെ ക്രിസ്തുവിനെ പ്രതി വാളെടുക്കുന്ന സ്വഭാവത്തിലേക്ക് പോകാൻ നമുക്ക് കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് തിരുസഭ ഒരിക്കലും അന്യമത വിമർശനം നടത്തുന്നില്ല, മറ്റു മതങ്ങളെ വിമർശിക്കുന്നില്ല. സഭയ്ക്കകത്ത് ചില വിഭാഗങ്ങൾ പലപ്പോഴും സയനിസ്റ്റ് മനോഭാവം ഉണ്ടായിട്ടുണ്ട്, തീവ്രവാദ മനോഭാവം ഉണ്ടായിട്ടുണ്ട്. ലോകത്താകമാനം അപ്രകാരം തീവ്രവാദ മനോഭാവമുള്ള ക്രൈസ്തവ ഗ്രൂപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ക്രിസ്തുവിനെ തള്ളിക്കൊണ്ട് ക്രിസ്തുവിന് പകരം തങ്ങളുടെ വിശ്വാസത്തെ അല്ലെങ്കിൽ തങ്ങളുടെ ബോധ്യങ്ങളെ പരമപ്രധാനമായി കാണുന്ന ആളുകൾ അപ്രകാരം തീവ്ര സ്വഭാവങ്ങളിലേക്ക് പോകും. വാസ്തവത്തിൽ സഭ അവയെ അംഗീകരിക്കുകയോ സഭയുടെ വക്താക്കളായി അവരെ അവതരിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. സഹനമാർഗങ്ങളിലൂടെ പീഡനങ്ങളിലൂടെ കടന്നു വന്നാണ് സഭ ആനുകാലിക ലോകത്ത് എത്തിച്ചേർന്നിട്ടുള്ളത്. നിരവധിയായ പീഡനങ്ങൾ, നിരവധിയായ അപഖ്യാതികൾ. അങ്ങനെ അപഖ്യാതികളും അപസ്വരങ്ങളും നിറഞ്ഞ ഒരു സമൂഹത്തിനകത്ത് സ്നേഹം വഴി ക്രിസ്തുവിനെ എങ്ങനെ പ്രകാശിപ്പിക്കാമെന്നാണ് സഭ തന്റെ നടപടിക്രമത്തിലൂടെ 2000 വർഷത്തെ ജീവിതം മുൻപോട്ട് നയിച്ചിട്ടുള്ളത്. അത് നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നുണ്ട് പലപ്പോഴും. അതുകൊണ്ട് വിശ്വാസം എങ്ങനെയാണ് പ്രകാശിപ്പിക്കേണ്ടത്? വിശ്വാസം സഹിഷ്ണുതയോടെ അവരെ ശ്രവിക്കുന്ന മനോഭാവത്തോടെ മുൻപോട്ട് പോകുമ്പോഴാണ് യാഥാർത്ഥ്യമായി തീരുക. പലരും ചോദിക്കുന്നത്, ബൈബിളിനെ വിമർശിക്കുന്നുണ്ട്, നിങ്ങൾ ആരെങ്കിലും ഖുർആനെ വിമർശിച്ചു നോക്കൂ, അപ്പോൾ പ്രശ്നം ഉണ്ടാകുന്നതാണ്. ഖുർആനെ വിമർശിക്കുമ്പോൾ അവർക്ക് പ്രശ്നം ഉണ്ടാകുന്നത് ഖുർആൻ കേന്ദ്രീകൃതമായിട്ടാണ് ഇസ്ലാം മതം നിലനിൽക്കുന്നത്. ആ പുസ്തകമാണ് പരമപ്രധാനം എന്ന് കരുതിയാണ് അവർ ജീവിക്കുന്നത്. വാസ്തവത്തിൽ നമ്മൾ ജീവിക്കുന്നത് ബൈബിൾ പരമപ്രധാനം എന്ന് കരുതിയിട്ടല്ല, സഭയാണ് പരമപ്രധാനം, ക്രിസ്തുവാണ് പരമപ്രധാനം. ആ ക്രിസ്തുവിനെ കുറിച്ച് എഴുതപ്പെട്ടതാണ് വിശുദ്ധ ഗ്രന്ഥം. ആ വിശുദ്ധ ഗ്രന്ഥത്തിൽ യേശുക്രിസ്തു നമ്മെ പഠിപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പ്രയോഗമാക്കുക എന്നതാണ് ക്രൈസ്തവ ധർമ്മം. എങ്ങനെയാണ് വചനം നമ്മോട് പറയുന്നത്? എങ്ങനെയാണ് വചനം ഈ ലോകത്തിന്റെ അതിക്രമങ്ങളെ നേരിടുന്നത്? എങ്ങനെയാണ് ക്രിസ്തു തനിക്കെതിരെ ഉണ്ടായിരുന്ന അതിക്രമങ്ങളെ നേരിട്ടത്? വിശുദ്ധ മത്തായി സുവിശേഷത്തിൽ 26-ാം അധ്യായത്തിൽ 52-ഉം 53-ഉം തിരുവചനങ്ങളിൽ ക്രിസ്തു എങ്ങനെയാണ് ഇതിനെ നേരിടുന്നതെന്ന് കാണാം. യേശുക്രിസ്തുവിനെ പിടികൂടാനായി യഹൂദർ പടയാളികളോടൊപ്പം വരുമ്പോൾ യേശുവിനെ രക്ഷിക്കാൻ വേണ്ടി ശിഷ്യരിൽ ഒരുവൻ വാളെടുത്ത് ഒരുവന്റെ ചെവി ഛേദിക്കുക. 2 പ്രധാന കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് യേശുക്രിസ്തു അതിനെ നേരിടുന്നത്. ആ ചെവിയെടുത്ത്, അവന്റെ അറ്റുപോയ ചെവിയെടുത്ത് ആ ചെവിയുടെ ഭാഗത്ത് വെച്ചുകൊണ്ട് പിടിപ്പിച്ചു കൊടുത്തുകൊണ്ട് യേശു അവനെ സൗഖ്യപ്പെടുത്തുന്നു. എന്നിട്ട് കൂടെയുള്ളവനോട് പറയുകയാണ്, വാൾ ഉറയിലിടുക, വാളെടുക്കുന്നവൻ വാളാൽ. എന്നിട്ട് യേശു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഞാൻ എൻ്റെ പിതാവിനോട് അപേക്ഷിക്കുകയും അവിടുന്ന് എന്നെ രക്ഷിക്കാൻ 12 വ്യൂഹത്തിലധികം മാലാഖമാരെ അയക്കുകയും ചെയ്യുകയില്ലെന്ന് നീ കരുതുന്നുവോ? ഈ മണിക്കൂറിലേക്കാണ് ഞാൻ വന്നത്. ഇത് എൻ്റെ സഹനത്തിന്റെ സമയമാണ്. ഞാൻ ദൈവത്തിന്റെ ഇച്ഛകൾ നിറവേറേണ്ടതില്ലയോ? അതുകൊണ്ട് താൻ ഈ ലോകത്ത് വന്നത് സ്വയാർപ്പണത്തിനാണെന്നും തന്നെ പിടികൂടുന്നതിലോ തന്നെ വധിക്കുന്നതിലോ എതിർപ്പ് കാണിക്കേണ്ട കാര്യമില്ലെന്നും ക്രിസ്തു പ്രഖ്യാപിക്കുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. ഇന്നാണ് യേശുക്രിസ്തു ചരിത്രത്തിൽ ജീവിക്കുന്നതെങ്കിൽ യേശുവിനെ ക്രൂശീകരിക്കാൻ ഇത്തരത്തിലുള്ള ആളുകൾ സമ്മതിക്കില്ല. മനുഷ്യരക്ഷയ്ക്ക് വേണ്ടിയാണ് ക്രൂശീകരണം സംഭവിക്കുന്നത്. അത് പരമദ്രോഹമായ പ്രവൃത്തിയാണ്. പക്ഷെ ആ ദ്രോഹകരമായ പ്രവൃത്തി മനുഷ്യന്റെ മനോനിലയെ മാറ്റിമറിക്കാൻ 2000 വർഷം ശക്തമായ ആയുധമായി മാറിയിട്ടുണ്ട്. യേശുവിന്റെ കുരിശുമരണം ലോകത്തെ പരിവർത്തിപ്പിക്കാൻ കാരണമായ ഒന്നാണ്. ക്ഷമയെ ഇത്രത്തോളം പഠിപ്പിക്കാൻ കഴിഞ്ഞ വേറൊരു സംഭവവും ലോക ചരിത്രത്തിലില്ല. അവരന് വേണ്ടി സ്വയം സമർപ്പിക്കുന്നുവെന്ന് ഇത്രത്തോളം ഉച്ചസ്ഥരം പറയാൻ കഴിഞ്ഞൊരു പ്രവൃത്തിയും ലോകത്തില്ല. ഗാന്ധിയോട് ഒരാൾ ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇപ്പോഴും 2000 വർഷം പഴകിയ ഒരു കാര്യത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ക്ഷമയെക്കുറിച്ച്. 2000 വർഷമായിട്ട് നടക്കാത്ത കാര്യമാണോ നിങ്ങൾ ചെയ്യുന്നത്? ഗാന്ധി അതിന് പറഞ്ഞ മറുപടി, ചില കാര്യങ്ങൾ പഠിക്കാൻ 2000 വർഷം ഒരു ചുരുങ്ങിയ കാലയളവാണ്. ക്രിസ്തുവിന്റെ ക്ഷമ ഇനിയും ലോകം പഠിച്ചു തീർന്നിട്ടില്ല. ക്രൈസ്തവരെന്ന് അഭിമാനിക്കുമ്പോഴും ക്രിസ്തുവിന്റെ ക്ഷമയിലേക്ക് വരാൻ നമുക്ക് കഴിയുന്നില്ല എന്നതിന്റെ പരസ്യമായ വെളിപ്പെടുത്തലാണ് ഒരു പത്രം കത്തിച്ചുകൊണ്ട് നമ്മൾ കാണിക്കുന്നത്. ഒരു പത്രം കത്തിക്കുന്നത് പ്രതീകാത്മകമായ പ്രവൃത്തിയായിട്ടാണ്. അത് അവരെ കൊല്ലുക എന്ന എക്സ്ക്ലൂഷന്റെ പ്രവൃത്തിയാണ്, അപരനിഗ്രഹമാണ്. മറ്റുള്ളവർക്ക് അവർക്ക് പറയാനുള്ളത് പറയാൻ കഴിയണം. ഞാൻ വായിച്ചത് എത്രയോ പുസ്തകങ്ങളിൽ
ക്രിസ്തു കാശ്മീരിൽ വന്ന് താമസിച്ചുവെന്നും മാരിയൻ എന്ന് പറയുന്ന സ്ത്രീയെ കല്യാണം കഴിച്ചെന്നും അവർക്ക് മക്കളുണ്ടായെന്നും ഒക്കെ പറയുന്ന കഥകളുണ്ട്. നിരവധിയായ കഥകൾ. ജീവിച്ചിരുന്ന കാലത്ത് തന്നെ കൂടെയുള്ള സ്ത്രീകളുമായി ബന്ധപ്പെടുത്തി ക്രിസ്തുവിനെ അപഹസിക്കുന്നുണ്ട്. വേശ്യകളുടെ സുഹൃത്തെന്ന് പറയുന്നുണ്ട്, മദ്യപാനികളുടെ സുഹൃത്തെന്ന് പറയുന്നുണ്ട്, സുബോധമില്ലാത്തവനെന്ന് പറയുന്നുണ്ട്, പൈശാചിക ബാധിതനെന്ന് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോഴും വിമർശിക്കുമ്പോഴും ക്രിസ്തു അതിനെതിരെ നിലപാടെടുക്കുന്നില്ല. ക്രിസ്തു എപ്പോഴും സഹിഷ്ണുതാ മാർഗത്തിലാണ്. അവരനെ മാനിക്കാനും വിരുദ്ധാഭിപ്രായത്തോടെ നിലനിൽക്കാനും അവകാശം കൊടുക്കുന്നിടത്താണ് ക്രിസ്തുവിന്റെ സ്നേഹം വെളിപ്പെടുന്നതും തന്നെ എതിർക്കുന്നവരെയും ക്രൂശിക്കുന്നവരെയും രക്ഷിക്കുന്ന നിലയിലേക്ക് സ്വയം സമർപ്പിക്കുന്ന ജീവിതം വഴിയാണ് ക്രിസ്തു തന്നെ വെളിപ്പെടുത്തുന്നത്. ഇന്ത്യയിലുണ്ടാകുന്ന ക്രൈസ്തവ ആക്രമണങ്ങളെ കുറിച്ച് നമ്മൾ പരാമർശിക്കാറുണ്ട്. ക്രൈസ്തവരെ മതവർഗീയവാദികളും ഭരണകൂടവും ആക്രമിക്കുന്നതിനെ കുറിച്ച് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. അത് ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്ന നിലയ്ക്കല്ല. ക്രൈസ്തവർ പീഡനം ഏറ്റുവാങ്ങാൻ വന്നവരാണ്, സഹനം ഏറ്റുവാങ്ങാൻ വന്നവരാണ്. അതിക്രമങ്ങൾ ഏറ്റുവാങ്ങിയപ്പോഴാണ് സഭ വളർന്നത്. രക്തസാക്ഷികളുടെ രക്തമാണ് സഭയെ വളർത്തിയത്. 2000 വർഷമായി സഭ നിലനിൽക്കുന്നത് രക്തസാക്ഷികൾ ജീവൻ പകർന്നു നൽകിയ ഊർജത്തിലാണ്. യേശുക്രിസ്തുവിനെ ലോകത്ത് വെളിപ്പെടുത്തിയതാണ് ഓരോ രക്തസാക്ഷിയും. ഇന്ത്യയിലും ലോകത്തെമ്പാടും ക്രിസ്തുവിനെ പ്രതി മരിച്ച അനേകരെ നമുക്ക് കാണാം. ആ മരിച്ചവരൊക്കെ ക്രിസ്തുവിനെ ലോകത്ത് സാക്ഷ്യപ്പെടുത്തി തങ്ങളുടെ ജീവിതം വഴി. സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊല്ലുന്ന സമയത്ത് യഹൂദർ അവനെ കല്ലെറിയാനായി ഒത്തുകൂടുമ്പോൾ കൂടെ ഉണ്ടായിരുന്നയാളാണ് വിശുദ്ധ പൗലോസ്, സാവൂൾ. അവരുടെ വസ്ത്രം സൂക്ഷിച്ചുകൊണ്ട് സാക്ഷിയായി നിന്നയാൾ. അങ്ങനെ കല്ലെറിയുന്ന സമയത്ത് സ്തെഫാനോസ് ഉന്നതങ്ങളിലേക്ക് കരങ്ങൾ ഉയർത്തി സ്വർഗത്തിൽ ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് ക്രിസ്തുവിനോട് പറയുന്നുണ്ട്, എന്റെ മരണത്തിന് ഇവരുടെ മേൽ കുറ്റം ആരോപിക്കരുത്, ഈ രക്തത്തിന് ഇവരുടെ മേൽ കുറ്റം ആരോപിക്കരുത്. ക്രിസ്തു വീണ്ടും അനുഭവമാകുകയാണ് സ്തെഫാനോസിന്റെ മരണത്തിലൂടെ. അങ്ങനെ നിരവധിയായ രക്തസാക്ഷികൾ തങ്ങളുടെ ജീവിതം അർപ്പിച്ച് ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ക്രിസ്തുവിനെതിരെ സംസാരിച്ചാൽ ഞങ്ങൾ എതിർക്കുമെന്ന് പറയുന്ന അസഹിഷ്ണുതാവാദം വാസ്തവത്തിൽ കൊണ്ടുവന്ന് വെക്കുന്നത് ക്രിസ്തു വിരുദ്ധതയാണ്. യേശുക്രിസ്തുവിനെ രക്ഷിക്കാൻ നമ്മുടെ കരങ്ങൾ വേണമോ? യേശുക്രിസ്തുവിനെ ലോകത്ത് അനുഭവപ്പെടുത്താനും അവതരിപ്പിക്കാനും സ്വന്തം ജീവിതത്തെ സഹനമാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തണം, സഹനങ്ങളെ സ്വീകരിക്കണം, അവരെ എതിർക്കാതിരിക്കണം, മറ്റുള്ളവർക്ക് വേണ്ടി ബലിയായി മാറണം, ഭക്ഷണമായി മാറണം എന്ന് പഠിപ്പിക്കുന്ന ക്രിസ്തുവിനെ ലോകത്ത് അവതരിപ്പിക്കുന്നത് എതിർ ശബ്ദങ്ങൾ കൊണ്ടാണോ? യേശുക്രിസ്തുവിനെതിരെ സംസാരിക്കുന്ന പത്രത്തെ കത്തിച്ചുകൊണ്ട് നമ്മൾ എന്ത് ആശയമാണ് ലോകത്തോട് പറയുന്നത്? യേശുവിന്റെ നാമത്തെ അവഹേളിക്കുന്നവരെ നമ്മൾ എതിർക്കുമെന്ന് പറയുമ്പോൾ, നമ്മൾ എതിർപ്പിന്റെ ശബ്ദം പുറപ്പെടുവിക്കുമ്പോൾ ആ എതിർപ്പിന്റെ ശബ്ദത്തിൽ മുഴങ്ങിക്കേൾക്കുന്നത് ക്രിസ്തുവിന്റെ ശബ്ദമാണോ അതോ പിശാചിന്റെ ശബ്ദമാണോ? അവരൻ കുഴപ്പക്കാരൻ എന്ന് പറയുകയും അവരിനെതിരെ വിരൽ ചൂണ്ടുകയും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ക്രിസ്തു സ്നേഹമാണോ ക്രിസ്തു വിരുദ്ധതയാണോ? നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. വ്യക്തിജീവിതത്തിൽ പോലും നമ്മെ എതിർക്കുന്നവരെയും നമുക്കെതിരെ പ്രവർത്തിക്കുന്നവരെയും ആക്രമിക്കുന്നവരെയും ക്ഷമിച്ചുകൊണ്ട് മാത്രമേ മുൻപോട്ട് പോകാൻ കഴിയുമെന്നും ആർക്കെങ്കിലും നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടോ എന്ന് തോന്നുന്ന പക്ഷം അവരുമായി രമ്യപ്പെട്ടതിന് ശേഷം ബലിപീഠത്തിൽ വന്ന് ബലിയർപ്പിക്കണമെന്ന് പറയുന്ന ക്രിസ്തുവിനെ നാം നിഷേധിക്കുകയും നമുക്കെതിരെ വിരൽ ചൂണ്ടുന്നവരെയും ആക്ഷേപിക്കുന്നവരെയും നമുക്കെതിരെ അപമാനകരമായ പ്രയോഗങ്ങൾ നടത്തുന്നവരെയും നിഷ്കാസനം ചെയ്യണമെന്ന നിലയിലേക്ക് നമ്മൾ എത്തിച്ചേരുകയും ചെയ്യുന്നത് വാസ്തവത്തിൽ ക്രിസ്തു വിരുദ്ധമാണെന്നറിയണം. അതുകൊണ്ട് സർവശക്തനും പരമാധികാരിയും ലോകത്തെ പരിപാലിക്കുന്നവനുമായ ദൈവത്തെ രക്ഷിക്കാനായി വാളെടുക്കും മുമ്പ് ആലോചിക്കേണ്ടതുണ്ട്, നമ്മൾ ക്രിസ്തുപാതയിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നുണ്ട്. ഇത്തരം ഗ്രൂപ്പുകൾ കേരള സമൂഹത്തിൽ ആപൽക്കരമായ പ്രയോഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആപൽക്കരമായ പ്രയോഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത്തരം ഗ്രൂപ്പുകളുടെ പ്രയോഗങ്ങൾക്കും പ്രചാരവേലയ്ക്കും അനുഗുണമായി നമ്മൾ ചിന്തിച്ചുകൂടാ എന്ന കാര്യം നമ്മൾ ആലോചിക്കണം. അത് ക്രൈസ്തവ ദർശനങ്ങൾക്കെതിരാണ്, ക്രിസ്തുബോധത്തിനെതിരാണ്. നിങ്ങളൊരു അടി കൊള്ളുമ്പോൾ അടി സ്വീകരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും അവരന് മാനസാന്തരം ഉണ്ടാകും. ഞാനൊരു ചെറിയ അനുഭവം പറയാം. എറണാകുളത്ത് കുരിക്കാട് എന്ന് പറയുന്ന പ്രദേശത്ത് ഉണ്ടായൊരു സംഭവമാണ്. അതിലെ കഥാപാത്രവും ഒരു മാർട്ടിനാണ്. ഞാനല്ല, 2 കാലും തളർന്ന ഒരു മാർട്ടിൻ. ബാല്യകാലത്ത് തന്നെ പോളിയോ ബാധിച്ച് 2 കാലും നടക്കാൻ കഴിയാതെയായി പോയ, നന്നായി വയലിൻ വായിക്കുമായിരുന്ന മാർട്ടിൻ വലിയ കാര്യമായ ദൈവവിശ്വാസി ഒന്നും ആയിരുന്നില്ല, അങ്ങനെ ആചാരപരമായ ക്രിസ്ത്യാനി ഒന്നും ആയിരുന്നില്ല. അങ്ങനെ ഒരിക്കൽ അദ്ദേഹം ദൈവത്തെ അന്വേഷിച്ചുള്ള യാത്രകളിലൊക്കെ പലയിടത്തും നടന്നിട്ടുണ്ട്, സന്യാസ ഭവനങ്ങളിൽ പോയിട്ടുണ്ട്, സന്യസിക്കാനായി നടന്നിട്ടുണ്ട്. അവസാനം അദ്ദേഹത്തെ ക്രിസ്തുവിശ്വാസത്തിലേക്ക് തിരികെ ആനയിക്കുന്നത് ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ ഒരു ആശ്രമമാണ്. അവിടെ അദ്ദേഹം ദൈവത്തെ അന്വേഷിച്ച് ചെല്ലുന്നു. അവര് പറഞ്ഞു, അകത്തുണ്ട്, പോയിക്കോളാൻ പറഞ്ഞു.
അങ്ങനെ തിരികെ എത്തി വീണ്ടും ക്രിസ്തുവിലേക്ക് മടങ്ങി വന്ന് യേശുക്രിസ്തുവിനെ അകമേ അനുഭവിച്ച് ജീവിക്കുന്ന ഒരാളാണ് മാർട്ടിൻ. പുറത്ത് കാണുമ്പോൾ അദ്ദേഹം ദേവാലയത്തിൽ പോകാത്തയാളും ആചാരങ്ങളൊന്നും പങ്കെടുക്കാത്ത ആളുമാണ്. അതുകൊണ്ട് വിശ്വാസിയാണെന്ന് പൊതുസമൂഹത്തിന് പേരുകൊണ്ട് മാത്രം അറിയാവുന്ന ഒരാൾ. അദ്ദേഹം കുരിക്കാട് റെയിൽവേ സ്റ്റേഷന്റെ അടുത്തുള്ള ഫുട്പാത്തിലൂടെ നടക്കാൻ പോകും, പ്ലാറ്റ്ഫോമിലൂടെ നടക്കാൻ പോകും. വടിയും കുത്തിപ്പിടിച്ചാണ് നടക്കുക. അങ്ങനെ വടിയിൽ ഊന്നി നടക്കുന്ന മാർട്ടിൻ അങ്ങനെ കാറ്റുകൊള്ളാനായി സന്ധ്യാസമയത്ത് ഒരു ദിവസം നടക്കാൻ പോയപ്പോൾ അതിലെ വന്ന ഒരാൾ മാർട്ടിനോട് ദേഷ്യപ്പെട്ടു. അയാൾ മദ്യപിച്ചിട്ടുണ്ട് എന്നാണ് മാർട്ടിൻ കരുതിയത്. അദ്ദേഹം മാർട്ടിന് ഒരു അടി കൊടുത്തു. കുറെ അസഭ്യമൊക്കെ പറഞ്ഞ് ഒരു അടിയും കൊടുത്തു. ഒരു അടി കൊണ്ടപ്പോൾ മാർട്ടിൻ മറുകരണം കാണിച്ചു കൊടുത്തു. അയാൾ അടിച്ചില്ല. അയാൾ കുറെ കൂടി അസഭ്യമൊക്കെ പറഞ്ഞിട്ട് പോയി. അന്ന് രാത്രി മാർട്ടിന്റെ വീട്ടിൽ ഇയാളെത്തുകയാണ്. ഒരു 11 മണിയൊക്കെ ആയപ്പോൾ ഒന്ന് വാതിലെ മുട്ടി മാർട്ടിൻ കിടന്നു കഴിഞ്ഞു. വാതിൽ തുറന്നു നോക്കുമ്പോൾ തന്നെ വൈകുന്നേരം തല്ലിയ ആൾ തന്നെ വന്നേക്കാണ്. മാർട്ടിൻ ഭയന്നു. പകൽ തല്ലിയതും മതിയാകാതെ രാത്രി വീട്ടിൽ കയറി തല്ലാൻ വന്നിരിക്കുകയാണെന്ന് വിചാരിച്ച് മാർട്ടിൻ അയാളോട് ചോദിച്ചു, എന്താണ് കാര്യം? അയാൾ പറഞ്ഞു, നിങ്ങൾ എന്താണ് എന്നെ തിരിച്ചടിക്കാഞ്ഞത്? നിങ്ങളെന്താണ് മറുകരണം കാണിച്ചു തന്നത്? അയാൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. നമ്മുടെ സഹനങ്ങളാണ് മറ്റുള്ളവരെ പരിവർത്തിപ്പിക്കുക. യേശുക്രിസ്തുവിനെ നിഷേധിക്കുമ്പോൾ, യേശുക്രിസ്തുവിനെ അപമാനിക്കുമ്പോൾ ക്രിസ്തു എന്ന് മനോഭാവമായിരിക്കും പുലർത്തുക. ഏത് തരത്തിലായിരിക്കും തന്നെ അപമാനിക്കുന്നവനോടും തന്നെ എതിർക്കുന്നവനോടും ക്രിസ്തു മനോഭാവം പുലർത്തുക? തന്നെ നാമത്തെ അവഹേളിക്കുന്നവരോട് ക്രിസ്തു ഏതു വിധത്തിലായിരിക്കും പെരുമാറുക? നിശ്ചയമായിട്ടും സഹിഷ്ണുതയോടായിരിക്കും. ഒരു കരണത്തടിക്കുന്നവന് മറുകരണം കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ ക്രിസ്തു എന്തായാലും എതിർക്കില്ല. ക്രിസ്തു അപമാനിക്കപ്പെടുമ്പോൾ നാം എതിർക്കാൻ പോകുന്നുവെങ്കിൽ അതിനർത്ഥം നമുക്ക് ക്രിസ്തുവല്ല പരമപ്രധാനം, നമ്മളാണ്. നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യത്തെ വേറൊരാൾ എതിർക്കുമ്പോൾ നമുക്ക് അസഹിഷ്ണുത ഉണ്ടാകുന്നുവെങ്കിൽ അത് ക്രിസ്തു സ്നേഹമല്ല, അത് നമ്മോടുള്ള അതിരുകവിഞ്ഞ വിധേയത്വമാണ്. അവനവനുള്ള കുടുക്കലാണ്. അവനവനിൽ കുടുങ്ങിപ്പോകുന്നത് കൊണ്ടാണ്. അങ്ങനെ അവനവനിൽ കുടുങ്ങിപ്പോവുകയും അസഹിഷ്ണുവാകുകയും ചെയ്യുന്നുവെങ്കിൽ അത് ക്രിസ്തു ദർശനമല്ല, അത് അസഹിഷ്ണുത എന്ന മതമാണ്. ആ മതമാണ് വർഗീയവാദമായി മാറുന്നത്. അത് മതമൗലികവാദമായിട്ട് മാറും, അത് തീവ്രവാദമായിട്ട് മാറും. അതുകൊണ്ട് നാം തിരിച്ചറിയേണ്ടത് അവരനെ നിഷേധിക്കുന്ന, അവരത്വത്തെ നിഷേധിക്കുന്ന, മറ്റുള്ളവരിൽ കുഴപ്പം കണ്ടുപിടിക്കുന്ന ഒരു മനോഭാവം നമുക്കുണ്ടെങ്കിൽ നാം വിശ്വാസ നിഷേധികളാണ്. വിശ്വാസം നമ്മെ പഠിപ്പിക്കുന്നത് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അതിൽ നിന്നും നാം അക്രമങ്ങളെ സ്വീകരിക്കുകയും അവരുടെ ആക്ഷേപങ്ങളും വിമർശനങ്ങളും പീഡനങ്ങളും ഏറ്റുവാങ്ങുകയും ചെയ്തുകൊണ്ട് ക്രിസ്തുവിന്റെ സ്നേഹം വെളിപ്പെടുത്തണമെന്നാണ്. നമുക്കെതിരെ ഒരു ആക്രമണം ഇല്ലാതിരിക്കുമ്പോൾ ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ എന്ത് എളുപ്പമാണ്. നമ്മെ വിമർശിക്കുമ്പോഴും അപമാനിക്കുമ്പോഴും തളരാതെ ക്രിസ്തുവിൽ ഉറച്ചുകൊണ്ട് അവനെപ്രതി അത് സ്വീകരിച്ചുകൊണ്ട് അവരെ സ്നേഹിക്കാൻ കഴിയുമെങ്കിൽ ഈ ലോകത്ത് ക്രിസ്തുവിനെ നമുക്ക് വെളിപ്പെടുത്താൻ പറ്റും. ഇതിപ്പോ അക്രമം നമ്മൾ കൈവിട്ടിട്ടില്ല. അങ്ങനെ ഒരു പഴയ കഥയുണ്ട്. ഒരാൾ വികാരിയച്ഛനെ തല്ലി. അങ്ങനെ വികാരിയച്ഛനെ തല്ലി അത് തെറ്റാണെന്ന് തോന്നി അവസാനം ധ്യാനം കൂടി വികാരിയച്ഛനോട് ക്ഷമ ചോദിക്കാനായി അദ്ദേഹം മേടയിലെത്തി. അങ്ങനെ മേടയിലെത്തിയപ്പോ അവിടെ ഒരാൾ വികാരിയെ തല്ലാൻ നിൽക്കുന്നു. അങ്ങനെ വികാരിയെ തല്ലാൻ പോകുന്ന അയാളെ തല്ലിക്കൊണ്ട് താൻ ചെയ്ത ആദ്യം ചെയ്ത പ്രവൃത്തി വികാരിച്ചിനെ തല്ലുക എന്നുള്ളതാണ്. അതിന് പരിഹാരം ചെയ്തു. ഇപ്പോഴും തല്ലിൽ നിന്ന് മോചനം കിട്ടിയിട്ടില്ല. നാം മനസ്സിലാക്കേണ്ടത്, നാം ആന്തരികമായി വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ നമുക്കെതിരെ ഉണ്ടാകുന്ന അപമാനങ്ങളെയും നമുക്കെതിരെ ഉണ്ടാകുന്ന അതിക്രമങ്ങളെയും ക്ഷമിക്കാൻ കരുത്തുള്ളവരായി നമ്മൾ മാറുമ്പോഴാണ് ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കുന്നവരായിട്ട് നമ്മൾ മാറുക. ക്രിസ്തു പ്രകാശിപ്പിച്ച വഴി അതാണ്. അന്യമത ഗണ്ഡനല്ല. ക്രൈസ്തവ മാർഗത്തിൽ അതില്ല. അവരത്ത് നിഷേധമില്ല. മറ്റു മതങ്ങളെ അപഹസിക്കുകയോ അവരാണ് ശത്രുക്കളെന്ന് പറയുകയോ അവരെ എതിർക്കുകയോ ചെയ്യുന്നത് ക്രൈസ്തവ ഭാവമല്ല. ബ്ലാക്ക് മാസ് നടത്തുന്നവരെ കുറിച്ച് പണ്ടൊരിക്കൽ ഒരാൾ വേവലാതിയോടെ പറഞ്ഞു. ഒരു രാത്രികാലത്താണ്, കണ്ണൂര് ഒരു ആശ്രമത്തിലായിരിക്കുമ്പോഴാണ് എന്നോട് ഇതേക്കുറിച്ച് പറയുന്നത്. കടുത്ത മനപ്രയാസം തോന്നി. ക്രിസ്തു ശരീരമായ തിരുവോസ്തി അപഹസിക്കപ്പെടുന്നു, ബ്ലാക്ക് മാസ് നടക്കുന്നു, ക്രിസ്തുവിനെ അപഹസിക്കുന്ന ഒത്തിരി പേരുണ്ടാവുന്നു എന്നൊക്കെ കേട്ടപ്പോൾ ഹൃദയത്തിന് വേദന ഉണ്ടായി. അന്ന് രാത്രി പ്രാർത്ഥിക്കാനിരുന്നപ്പോഴാണ്
ദൈവം തിരികെ ഒരു ചോദ്യം ചോദിച്ചത്, ഞാൻ അവരെ ശിക്ഷിക്കുന്നില്ലല്ലോ, എന്റെ അനന്ത കരുണ ഇപ്പോഴും പ്രകാശിതമാകുകയല്ലേ? എന്നെ എതിർക്കുന്നവരെയും ഇപ്പോഴും അപഹസിക്കുന്നവരെയും സ്നേഹിക്കുന്നവനും കരുതുന്നവനും കാക്കുന്നവനുമായി ഞാൻ നിൽക്കുന്നു. ഞാൻ അവരെ വെറുക്കുന്നില്ലല്ലോ, ഞാൻ അവരെ നിഷേധിക്കുന്നില്ലല്ലോ, പിന്നെ നിനക്കെന്താണ്? ഓരോ വിശ്വാസിയും ഹൃദയത്തിൽ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്. ക്രിസ്തു ഇന്നും അപഹസിക്കപ്പെടുന്നുണ്ട്. ക്രൈസ്തവ മാർഗത്തെക്കുറിച്ച് നിരവധിയായ വിമർശന കഥകൾ ലോകത്ത് കേൾക്കാൻ പറ്റും. നമ്മുടെ പ്രവൃത്തികൾക്ക് ഉണ്ടായ വിമർശനങ്ങളുണ്ട്. അങ്ങനെ പ്രവൃത്തികളൊന്നുമില്ലാതെയും ക്രിസ്തുവിനെ അപഹസിക്കുന്ന, ക്രിസ്തുവിന്റെ അസ്തിത്വത്തെ നിഷേധിക്കുന്ന, ക്രിസ്തു ദൈവമല്ലെന്ന് പറയുന്ന നിരവധിയായ പ്രചാരവേലകൾ ഈ ലോകം മുന്നോട്ട് വയ്ക്കും. ക്രിസ്തു എല്ലാവരാലും പുകഴ്ത്തപ്പെട്ടപ്പോൾ ജീവിച്ച ഒരാളല്ല. അതിക്രമങ്ങൾക്ക് ഇരയാകുമ്പോഴും സ്നേഹം പ്രകാശിപ്പിച്ച് ലോകത്തെ വീണ്ടെടുത്ത ഒരാളാണ്. തന്നെ എതിർക്കുന്നവരെ വീണ്ടെടുത്തയാളാണ്. അങ്ങനെ തന്നെ എതിർക്കുന്നവരെയും തന്നെ ഇല്ലായ്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുടെയും ഇടയിൽ സ്നേഹമായി സ്വയം വെളിപ്പെടുത്തിയ ആ ദൈവപുത്രനെ ആനുകാലിക ലോകത്ത് പ്രകാശിപ്പിക്കാൻ വിളിക്കപ്പെട്ട നമ്മൾ ക്രിസ്തുവിനെ രക്ഷിക്കാനെന്ന പേരിൽ ക്രൈസ്തവ ധാർമ്മികതയെ കൈവിടിയുന്നു. ക്രിസ്തു വഴിയെ കൈവിടുന്നു. ക്രിസ്തു വഴിയെ കൈവിട്ട് നാം നമ്മുടെ അസഹിഷ്ണുതയും നമ്മുടെ ഹൃദയത്തിനകത്തുള്ള വിദ്വേഷവും പകയുമെല്ലാം പുറത്തെടുക്കുന്നു. നമ്മിലൂടെ പ്രകാശിതമാകുന്നത് ക്രിസ്തുവല്ല, അത് ലോകത്തിന്റെ അധികാരിയാണ്. നാം ഇപ്പോഴും പ്രലോഭിതരാകുന്നു. നമുക്കെതിരെ ആക്രമണമുണ്ടാകുമ്പോൾ, നമുക്കെതിരെ ആക്ഷേപമുണ്ടാകുമ്പോൾ എതിർക്കുന്നവരായി മാറുന്നുവെങ്കിൽ ക്രിസ്തുവിൽ നാം എത്തിച്ചേർന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഇത്തരം പ്രചാരവേലകൾ ഇനി ഉണ്ടാകും, ആക്ഷേപങ്ങൾ ഉണ്ടാകും, ബൈബിൾ കത്തിക്കുന്നവരുണ്ടാകും, ക്രിസ്ത്യാനികൾ ആക്രമിക്കുന്നവരുണ്ടാകും. ക്രിസ്ത്യാനികൾ എന്ന നിലയ്ക്ക് അതിനോടൊന്നും എതിർപ്പ് കാണിക്കാൻ ക്രിസ്തു നമ്മെ പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ എതിർപ്പുകളെയും ആക്ഷേപങ്ങളെയും പീഡനങ്ങളെയും സ്വീകരിക്കാനാണ് ക്രിസ്തു നമ്മെ പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് റോമ പ്രീഫെക്ട് മിസ്റ്റർ ലോറൻസിനെ പഴുത്ത ഇരുമ്പ് പലകയുടെ മുകളിൽ കിടത്തുമ്പോൾ ലോറൻസ് വിളിച്ചു പറയുന്നത്, എന്റെ ഒരു പുറം കരിഞ്ഞു, മറുപുറം കൂടി കരിക്കണമേ. മിസ്റ്റർ ആഗ്നസിനെ കൊല്ലാൻ വേണ്ടി മഴുവുമായി വരുന്ന കശ്മലന്റെ മുൻപിൽ കഴുത്ത് നീട്ടിക്കൊടുത്തുകൊണ്ട് ആഗ്നസ് നിൽക്കുന്നു. പല പ്രാവശ്യം വെട്ടാനാഞ്ഞിട്ടും ഈ കോടാലി ആഗ്നസിന്റെ കഴുത്തിൽ പതിക്കുന്നില്ല, അത് ആകാശത്തിൽ തന്നെ നിൽക്കുകയാണ്. അപ്പോ ആഗ്നസ് പ്രാർത്ഥിക്കുകയാണ്, ഈ കോടാലി എന്റെ കഴുത്തിൽ വീഴ്ത്തണമേ, എനിക്ക് അങ്ങയെ സ്വീകരിക്കാൻ തിടുക്കമായി, വീഴ്ത്തണമേ. ഇപ്പൊ കോടാലി കഴുത്തിൽ വന്ന് പതിക്കുന്നു. ആ രക്തം ചുറ്റും ചിതറി വീഴുന്നു. ആ രക്തം തൊട്ടവരൊക്കെ ക്രിസ്തു വിശ്വാസികളായി മാറുന്നു. രക്തം ചിന്തിയാണ് വിശ്വാസം നമ്മൾ പ്രഘോഷിച്ചത്. രക്തത്തിന് പ്രതികാരം ചോദിച്ചുകൊണ്ടല്ല, പ്രതികാരത്തിന്റെ വഴിയോ പ്രതിഷേധത്തിന്റെ വഴിയോ അല്ല ക്രിസ്തുവിൻ്റെത്, സഹനത്തിന്റെയും സഹിഷ്ണുതയുടെയും വഴിയാണ്. ലോകചരിത്രത്തിൽ സഭ 2000 ആണ്ടുകൾ ജീവിച്ചത് സഹനമാർഗത്തിലൂടെ പുരോഗമിച്ചുകൊണ്ടാണ്. തന്നെ ആക്രമിക്കുകയും എതിർക്കുകയും ചെയ്യുന്നവരെ നിഷേധിച്ചുകൊണ്ടല്ല സഭ ക്രിസ്തുവിന്റെ ശരീരമാണെന്ന് വെളിപ്പെടുത്തിയത്, അത് സഹനങ്ങളെ സ്വീകരിച്ചുകൊണ്ടാണ്. നമ്മുടെ മനോഭാവം എപ്രകാരമാണെന്ന് ചിന്തിക്കണം. പലപ്പോഴും നമ്മൾ വീണു പോകുന്നുണ്ട്. നമുക്കെതിരായിട്ടുള്ള പ്രതികരണങ്ങളെ പോലും സ്വീകരിക്കാൻ പറ്റാത്തത് ഈ ക്രിസ്തുബോധം നമുക്കില്ലാത്തത് കൊണ്ടാണ്. നമ്മയും ആളുകൾ വിമർശിക്കാം, ഇങ്ങനെയൊക്കെ പറയുമ്പോഴും വിമർശിക്കാം. നമ്മൾ കൂലിയെഴുത്തുകാരനായും മറ്റുള്ളവർക്ക് പണം സ്വീകരിക്കുന്നവനായും മറ്റുള്ളവർക്കൂടി സംസാരിക്കുന്നവനുമായി തെറ്റിദ്ധരിക്കപ്പെടാം. സഭയ്ക്കകത്ത് നിലനിൽക്കുന്ന കുറവുകളെ വിമർശിക്കുമ്പോൾ സഭാവിരുദ്ധനായും ക്രിസ്തു വിശ്വാസത്തെ ഉയർത്തിപ്പിടിക്കുമ്പോൾ കടുത്ത മതവാദിയായും ചിത്രീകരിക്കപ്പെടാം. വ്യക്തിജീവിതത്തിലും ആക്ഷേപങ്ങൾ ഉയരാം. ആക്ഷേപങ്ങൾ ഉയരുമ്പോഴും അപഖ്യാതികൾ ഉയരുമ്പോഴും പിലാത്തോസിന്റെ അരമനയിൽ നിന്ന് മുഖം താഴ്ത്തി നിന്ന ക്രിസ്തുവിനെ ഓർക്കണം. തന്നെ പിടികൂടാനായി വന്ന പടയാളികളിൽ ഒരുവന്റെ ചെവി ഛേദിക്കപ്പെട്ടപ്പോൾ ആ ചെവി സൗഖ്യപ്പെടുത്തിയ ക്രിസ്തുവിനെ ഓർക്കണം. വാൾ ഉറയിലിടാനും അതല്ലെങ്കിൽ ആ വാൾ നിനക്കെതിരായി ഉയരുമെന്നും പഠിപ്പിക്കുന്ന ക്രിസ്തുവിനെ ഓർക്കണം. കുരിശിൽ കിടന്ന് തന്നെ ആക്രമിച്ചവർക്ക് വേണ്ടി മുഴുവൻ പ്രാർത്ഥിക്കുന്ന പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല എന്ന് പറഞ്ഞ ക്രിസ്തുവിനെ ഓർക്കണം. ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമായി കാണാൻ വിളിക്കപ്പെട്ട നമ്മൾ ആനുകാലിക ലോകത്ത് സഭയ്ക്കെതിരെ ഉണ്ടാകുന്ന, ക്രിസ്തുവിനെതിരെ ഉണ്ടാകുന്ന ആക്ഷേപങ്ങളെയും എതിർപ്പുകളെയും മന്ദസ്മിതത്തോടെ നേരിടണം. നമ്മുടെ സ്ഥൈര്യവും സ്നേഹവുമാണ് ക്രിസ്തുവിനെ ലോകത്ത് വെളിപ്പെടുത്തേണ്ടത്. എതിർക്കുന്നവരോടും വിമർശിക്കുന്നവരോടും സ്നേഹം പുലർത്തുന്ന
ഹൃദയഭാവമാണ് ക്രിസ്തുവിനെ വെളിപ്പെടുത്തേണ്ടത്. അതിനെതിരായി നാം പ്രവർത്തിക്കുമ്പോൾ വിശ്വാസ വിരുദ്ധതയാണ് നാം പ്രകാശിപ്പിക്കുന്നത്. അത്തരം ആൾക്കൂട്ടങ്ങൾ യഥാർത്ഥത്തിൽ ക്രിസ്തു വിരുദ്ധമാണ് എന്നറിയുകയും വേണം. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, തീയായി മാറണമെന്നാണ് ഒരു പോസ്റ്ററിൽ ഞാൻ കണ്ടത്. തീയായി മാറണം. ഒരു അഗ്നി നമ്മെ എരിയിക്കുന്നുണ്ട്. അത് ക്രിസ്തു സ്നേഹത്തിന്റെ അഗ്നിയാണ്. തിരുഹൃദയത്തിൽ പ്രകാശിക്കുന്ന ഒരു അഗ്നിയുണ്ടല്ലോ, ഹൃദയത്തിൽ മുള്ളുകൾ ആഴുമ്പോഴും ജ്വലിക്കുന്നൊരു അഗ്നി, അത് സ്നേഹത്തിന്റെ അഗ്നിയാണ്. അത് അവരനെ നിഗ്രഹിക്കാനുള്ള അഗ്നിയല്ല, അവരിനെതിരെ വിഷം തുപ്പാനുള്ള അഗ്നിയല്ല, അവരിനെതിരെ പ്രതിഷേധിക്കാനുള്ള വീര്യമല്ല. ക്രിസ്തുവിന്റെ വീര്യം ആത്മാർപ്പണത്തിന്റെ വീര്യമാണ്. ക്രൈസ്തവർക്കുണ്ടാകേണ്ടത് ആത്മാർപ്പണത്തിന്റെ വീര്യമാണ്. ആ വീര്യമാണ് വിശ്വാസത്തിന്റെ കാതൽ. നാം ജീവിക്കുന്ന ജീവിത ചുറ്റുപാടിൽ ക്രിസ്തുവിനെതിരെ ഉണ്ടാകുന്ന എല്ലാത്തരം വിമർശനങ്ങളെയും സഭയ്ക്കെതിരെ ഉണ്ടാകുന്ന ആക്ഷേപങ്ങളെയും സഹിഷ്ണുതയോടെ സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ കുറവുകളും പരിമിതികളും തിരിച്ചറിയാൻ ഓരോ വിമർശനങ്ങൾ ഉപകാരപ്പെടും. ഒപ്പം തന്നെ അവനോട് ക്ഷമിച്ചുകൊണ്ടും കരുണ കാട്ടിക്കൊണ്ടും അവനെ ക്രിസ്തുവിൽ സ്നേഹിച്ചുകൊണ്ടും ലോകത്ത് ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കാൻ എനിക്ക് നിങ്ങൾക്കും കഴിയണം. അപ്പോൾ മാത്രമേ യഥാർത്ഥ വിശ്വാസികളായി നമ്മൾ മാറൂ. അതല്ലെങ്കിൽ നമ്മൾ വിശ്വാസികളല്ല, നമ്മൾ അസഹിഷ്ണുതാവാദികളാണ്, നമ്മൾ അപരനിഷേധികളാണ്. അപരനിഷേധത്വം നമുക്കുണ്ടാവുമ്പോൾ നാം ക്രിസ്തുവിനെ തന്നെയാണ് നിഷേധിക്കുന്നത് എന്ന പരമാർത്ഥം ഓർക്കണം. അതുകൊണ്ട് വിശ്വാസത്തെ മുറുകെ പിടിക്കുമ്പോൾ ഹൃദയപൂർവ്വം അവരിൽ നമുക്ക് നൽകുന്ന ദ്രോഹങ്ങളെ സ്വീകരിച്ചുകൊണ്ടും അപവാദങ്ങൾ സ്വീകരിച്ചുകൊണ്ടും ക്ഷമയോടെ സ്ഥൈര്യത്തോടെ നിലനിൽക്കാൻ നമുക്ക് കഴിയണം. കാരണം ക്രിസ്തുവാണ് വിമോചകൻ. അവൻ നമ്മുടെ അകമയുണ്ട്. ഒരുവനും നമ്മെ നശിപ്പിക്കാൻ സാധ്യമല്ല, നമ്മെ കൊല്ലാനും സാധ്യമല്ല. പൗരരെന്ന നിലയ്ക്ക് രാജ്യത്ത് മതന്യൂനപക്ഷങ്ങൾക്കെതിരെ ഉണ്ടാകുന്ന എല്ലാത്തരം അതിക്രമങ്ങളെയും എതിർക്കുന്നതിന്റെ ഭാഗമായി ക്രൈസ്തവ പീഡനങ്ങൾക്കെതിരെ നമ്മൾ പ്രതിഷേധമുയർത്തണം. പക്ഷെ അത് വിശ്വാസി എന്ന നിലയ്ക്കല്ല, പൗരൻ എന്ന നിലയ്ക്കാണ്. വിശ്വാസി എന്ന നിലയ്ക്ക് നമുക്കെതിരെ ഉണ്ടാകുന്ന പീഡകളെ നാം സ്വീകരിക്കണം. സ്വീകരിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ സ്നേഹം പ്രകാശിപ്പിക്കണം. അപ്രകാരം ക്രിസ്തു സ്നേഹം പ്രകാശിപ്പിക്കുന്നവരായി സാമൂഹ്യ ജീവിതത്തിലും വ്യക്തിബന്ധങ്ങളിലും നിലകൊള്ളാൻ ആത്മാവിന്റെ അധിക കൃപ നമുക്ക് ലഭ്യമാകട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ആമേൻ.